ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ 2024 മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ ഓൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. EVS സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന്. അപ്പൊ നമ്മുടെ ഓൺ എക്സാമിന് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ 1ഉം 2ഉം യൂണിറ്റുകളിൽ നിന്നായിരിക്കും. ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പൊ എന്ത് ചെയ്യണം? ആ 2 യൂണിറ്റ് നന്നായി പഠിക്കണം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ആ യൂണിറ്റുമായിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുക. നമ്മൾ 2 യൂണിറ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. 2 യൂണിറ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ EVSന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടേതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 1, മാർക്ക് പ്ലാൻ പാർട്സ്. എന്ത് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്? നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്ലാന്റിന്റെ ചിത്രം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? പ്ലാന്റിന്റെ ഭാഗങ്ങളുടെ പേരൊക്കെ പഠിക്കുന്നതല്ലേ? പ്ലാന്റിന്റെ പാർട്സ് ഏതൊക്കെയാണ്, ഏത് ഭാഗങ്ങളാണുള്ളത്, ഏതൊക്കെയാണ് ഭാഗങ്ങളുടെ പേരൊക്കെ നമുക്ക് അറിയണതല്ലേ? അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, ഏതൊക്കെയാണ് ഇവിടെ നമ്മൾ പാർട്സിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇതുപോലുള്ള ബോക്സിനകത്ത് പേര് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ABCD അങ്ങനെ ഓരോന്നിന്റെയും പേര്, എന്റെ പേരെന്താ, ബിയുടെ പേരെന്താ, സിയുടെ പേര്, അങ്ങനെയും ചോദിക്കാം എക്സാമിന്. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഈ പാർട്ടിന്റെ പേരെന്താ? ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ ഈ ഭാഗത്തിന്റെ പേരെന്താണ്? ഫ്ലവേഴ്സ് അല്ലെ? ഫ്ലവേഴ്സ്. അടുത്തത് ലീഫ് എന്ന് വെച്ചാൽ ഇല. അടുത്തത് എന്താ? ഫ്രൂട്ട്സ്. നെക്സ്റ്റ് സ്റ്റെമ്മ്, റൂട്ട്. സ്റ്റെം എന്ന് വെച്ചാൽ എന്താ? തണ്ട് അല്ലെ? റൂട്ട് എന്ന് വെച്ചാൽ വേര്. അപ്പൊ ഇതാണ് പ്ലാന്റിന്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവോ? ഇല്ല അല്ലെ? എല്ലാ പ്ലാന്റ്സിനും ഫ്രൂട്ട്സ് ഉണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ പ്ലാന്റ്സിനും ഉള്ള 3 പാർട്സ് ഏതൊക്കെയാണ്? ലീഫും സ്റ്റെമ്മും റൂട്ടും അല്ലെ? നമ്മൾ ചെടികൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലീഫും സ്റ്റെമ്മും റൂട്ടും ആണ്. അപ്പൊ നമ്മുടെ ഇതാണ് പ്ലാന്റിന്റെ പാർട്സ്. അപ്പൊ എല്ലാ കൂട്ടരും പഠിച്ചല്ലോ പാർട്സ് ഏതൊക്കെയാണ്, പ്ലാന്റ് പാർട്സ് ഏതൊക്കെയാന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിക്കാത്ത കൂട്ടുണ്ടെങ്കിൽ വേഗം പഠിച്ചേ. ഫ്ലവേഴ്സ്, ലീഫ്, ഫ്രൂട്ട്സ്, സ്റ്റെമ്മ്, റൂട്ട് ആണ് നമ്മുടെ പ്ലാന്റിന്റെ പാർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി. എന്താ സെക്കൻഡ് ആക്ടിവിറ്റി? ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഇൻടു ഹെർബ്സ്, shrubs ആൻഡ് ട്രീസ്. അതായത് നമ്മുടെ പ്ലാന്റ്സിനെ 3ആയിട്ട് തരംതിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ഏതൊക്കെയാണ്? ഹെർബ് എന്താ, ഷ്രബ് എന്താ, ട്രീ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് എന്താന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ യൂണിറ്റിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അപ്പൊ ഇവിടെ എന്താ ചെയ്യാനാ പറയുന്നത്? എന്താണ് ഹെർബ്, ഷ്രബ് എന്ന് എഴുതാനല്ല പറയുന്നത്. പകരം എന്ത് ചെയ്യാനാ പറയുന്നത്? കുറച്ച് പ്ലാന്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്, കുറച്ച് ചെടികളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ഈ ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യാനാ പറയുന്നത്? ഹെർബ് ഏതൊക്കെയാണ്, ഹെർബ് എന്ന് എഴുതിയിട്ട് അത് ഏതൊക്കെയാന്ന് എഴുതുക. അതുപോലെ ഷ്രബ് ഏതൊക്കെയാന്ന് എഴുതുക, ട്രീസ് ഏതൊക്കെയാന്ന് എഴുതാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ, തരംതിരിക്കാനാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഹെർബ്, ഷ്രബ്, ട്രീസ്. നോക്കിയേ, നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ഹെർബ്, ഷ്രബ്, ട്രീ. ഹെർബ് ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? റോസ്, ബനിയൻ ട്രീ, ബോഗൻവില്ല, വീറ്റ്, ബാൽസം, മാംഗോ ട്രീ, ജാസ്മിൻ, മണി പ്ലാന്റ്, ജാക്ക് ഫ്രൂട്ട്, ഹിബിസ്കസ്, കോക്കനട്ട് ട്രീ. അപ്പൊ ഏതൊക്കെയാണ് ഹെർബ്? സ്പിനാച്ച്, മണി പ്ലാന്റ്, വീറ്റ്, ബാൽസം അല്ലെ? ഷ്രബ് ഏതൊക്കെയാ? ഹിബിസ്കസ്, ജാസ്മിൻ, റോസ്, ബോഗൻവില്ല. ആൻഡ് ട്രീ, മാംഗോ ട്രീ, ബാനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട്, കോക്കനട്ട് ട്രീ. ഓക്കെ, ബാനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരത്തിനെയാണ് പറയാ. ഓക്കെ, അപ്പൊ നമ്മളിതുപോലെ ക്ലാസിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിക്കാം. അപ്പൊ ക്ലാസിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും? ഇതുപോലെ കുറച്ച് പ്ലാന്റ്സിന്റെ പേര് തന്നിട്ട് അതിന് ഹെർബ് ഏതാ, ഷ്രബ് ഏതാ, ട്രീ ഏതാന്ന് ചോദിക്കും. ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അടുത്തത് മൂന്നാമത്തെ, നമ്മുടെ തേർഡ് ആക്ടിവിറ്റി എന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി, ക്ലാസിഫൈ ദി പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റെം ഈസ് പ്ലാന്റഡ്. നമ്മൾ പഠിച്ചിരുന്നു, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, എല്ലാ ചെടികളും ന്യൂ പ്ലാന്റ്സ്, ആ ചെടിയിൽ നിന്നും പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാ? എല്ലാത്തിനും വിത്ത് കുത്തിയിട്ടിട്ട് വിത്തുനിന്നാണോ പുതിയ ചെടി ഉണ്ടാവുന്നത്? അല്ല. ചില ചെടികളുടെ റൂട്ടിൽ നിന്നാണ് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലതിന്റെ സ്റ്റെമ്മിന്നാണ് എന്തുണ്ടാവുന്നത്? പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? ചില ചെടികൾ ഇങ്ങനെ റോസ് ചെടിയൊക്കെ ഇങ്ങനെ തണ്ട് മുറിച്ച് കുഴിച്ചിടുമ്പോഴാണ് അതിനാണ് പുതിയ ഇലകൾ കിളിർക്കുന്നു, അതിന്റെ പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ ഭാഗങ്ങളാണ് ഓരോ ചെടികൾക്ക് എന്തുണ്ടാകുന്നത്? പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാൻ സഹായമാവുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ നമ്മളിവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ചെടികളുടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സീഡിന്ന് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് ഏതൊക്കെയാ? അതുപോലെ സ്റ്റെമ്മിന്ന്, റൂട്ടിന്ന്, ലീഫിന്ന്, അങ്ങനെ എങ്ങനെയാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്.
ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ചെത്തി, ഹിബിസ്കസ്, നിശാഗാന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ആൻസർ. സീഡ് അതായത് സീഡ് കുഴിച്ച് സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്, സീഡ് കുഴിച്ചിട്ടു അതിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത് ഏതൊക്കെയാ? പംകിൻ എന്ന് വെച്ചാൽ ഏതാ? മത്തൻ അല്ലെ, മത്തങ്ങ അല്ലെങ്കിൽ മത്തൻ എന്ന് പറയും. പംകിൻ, പിന്നെ മാംഗോ ട്രീ. പിന്നെ വേറെ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലെമണും ജാക്ക് ഫ്രൂട്ട് ട്രീയും. അതുപോലെ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് കടപ്ലാവും. അതുപോലെ കറി ലീഫ് എന്ന് വെച്ചാൽ ഏതാ? നമ്മുടെ കറിവേപ്പില. പിന്നെ സ്റ്റെം കട്ട് ചെയ്ത് അത് നമ്മൾ നട്ടിട്ട് അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് ചെത്തി, ഹിബിസ്കസ്, ജാസ്മിൻ, റോസ് ഒക്കെ. പിന്നെ ലീഫിൽ നിന്ന് ഉണ്ടാകുന്നതാണ് നിശാഗന്ധി, അതുപോലെ ഇലമുളച്ചി. ഇതൊക്കെ ലീഫിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന ചെടികളാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ? മൂന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാലോ. 4ാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് എനി 3 ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന് കുറേ ബെനിഫിറ്റ് ഉണ്ട്, നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ ബെനിഫിറ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എങ്ങനെ വരാൻ ചോദ്യം? ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് എന്താണെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് എടുത്ത് നോക്കുക. നമ്മൾ കുറേ ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും 3 ബെനിഫിറ്റ് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള 3 ബെനിഫിറ്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ദേ ഗീവ് ഷെയ്ഡ്. ദേ എന്ന് വെച്ചാൽ പ്ലാന്റ്സ്. ഇവിടെ പ്ലാന്റ്സിനാണ് ദേ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ്സ് നമുക്ക് എന്ത് തരുന്നു? ഷെയ്ഡ് തരുന്നു അല്ലെ, തണല് തരുന്നു. പിന്നെയോ ദേ ഗീവ് ഫ്രഷ് എയർ, ശുദ്ധമായ എയർ തരുന്നു, വായു. നെക്സ്റ്റ് ദേ ഗീവ് ഫുഡ് തരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ബെനിഫിറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും 3 ബെനിഫിറ്റ് എഴുതുന്നതാണ് നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നോക്കൂ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെന്റ് അല്ലെ. അതായത് നമ്മൾ ജീവികളെ കുറിച്ച്, ക്രിയേച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ക്രിയേച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എല്ലാ ജീവികളും, ക്രിയേച്ചേഴ്സ് വെച്ചാൽ ജീവികൾ, എല്ലാ ജീവികളും മൂവ് ചെയ്യുന്നത് ഒരേ രീതിയിലാണോ? അതായത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം? നമ്മുടെ ഫിഷും കവും എടുക്കാം. ഫിഷ് നീന്തും അല്ലെ, വെള്ളത്തിൽ എന്ത് ചെയ്യും? സ്വിം ചെയ്യും. എന്നാൽ കവ് വാട്ടറിൽ സ്വിം ചെയ്യുമോ? ഇല്ല. അതുപോലെ കവിന് എന്ത് ചെയ്യാൻ പറ്റും? വാക്ക് ചെയ്യാൻ പറ്റും, നടക്കാൻ പറ്റും. ഫിഷിന് വാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ ജീവികളുടെ മൂവ്മെന്റും ഒരേപോലെയാണോ? അല്ല. ഓരോ ജീവികൾക്കും ഓരോ തരത്തിലാണ് മൂവ്മെന്റ് അല്ലെ. അപ്പൊ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനാണ് പറയണത്? ഈ തന്ന ജീവികളെ അതിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്, അതായത് ക്ലാസിഫൈ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ഹെർബ്, ഷ്രബ്, ട്രീ അങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഹെഡിങ് നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എന്തിന്റെ അടിസ്ഥാനം? മൂവ്മെന്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റുകളാണെന്നുള്ള പേര് നമുക്ക് അറിയില്ല. ഇവിടെ ഏതൊക്കെ ക്രിയേച്ചേഴ്സിന്റെ പേരാ കൊടുത്തിരിക്കുന്നത്? ഫിഷ്, ഡോഗ്, സ്നെയിൽ എന്ന് വെച്ചാൽ ഏതാ? ഒച്ചാണ്. ബാറ്റ്സ് വവ്വാല്, ടോർട്ടോയിസ് ആമ, ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ പ്രാണികൾ, സ്നേക്ക് പാമ്പ്, കൗ പശു. അപ്പൊ ഇത്രയും ജീവികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെഡിങ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ. അതായത് ഓരോ കോളത്തിലും എന്താണ് ഹെഡിങ്, എന്തിന്റെ താഴെയാണ് നമ്മൾ ഈ ജീവികളെ ക്ലാസിഫൈ ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം അതെന്താ നോക്കാം. ഇവിടെ എന്താണ്? വാക്കിംഗ് ക്രിയേച്ചേഴ്സ് മൂവ്മെന്റ്. ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റ് ആണ്? വാക്കിംഗ്, ക്രൗളിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്. കണ്ടോ, ഇത് മൂവ്മെന്റ് ആണ്, പലതരത്തിലുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളിപ്പോൾ കോളം വരച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഡോഗിന് നമ്മൾ എന്തെങ്കിലും കോളത്തിൽ നമ്മൾ എഴുതണമെന്നാണെങ്കിൽ ആ ഹെഡിങ് നമുക്ക് അറിയണമല്ലോ, ആ കോളത്തിന്റെ പേര് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇതാണ് പലതരത്തിലുള്ള മൂവ്മെന്റ്. ഏതൊക്കെയാ? വാക്കിംഗ്, ക്രൗളിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്. വാക്കിംഗ് പറഞ്ഞാൽ വാക്കിംഗ് ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നടക്കുന്ന ജീവികൾ. ക്രൗളിംഗ് ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇഴയുന്ന ജീവികൾ. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ പറക്കുന്ന ജീവികള്. സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ നീന്തുന്ന ജീവികള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറ്റും, അതായത് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റില്ലേ? ഫിഷ് ഏതാണ്? ഇതിൽ ഏത് വരും? സ്വിമ്മിങ് ക്രിയേച്ചർ, നീന്തുന്നവ. ഡോഗ് വാക്കിംഗ്, സ്നെയിലോ ക്രൗളിംഗ്, ബാറ്റ്സ് ഫ്ലൈയിങ്, ടോർട്ടോയിസിൽ ഏത് വരിക? സ്വിമ്മിങ് അല്ലേ. അതായത് സാധാരണ സ്വിമ്മിങ്ങിൽ നമുക്ക് എഴുതാൻ പറ്റും. ടോർട്ടോയിസ് ആമയല്ലേ. ഇൻസെക്ട്സ് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്. സ്നേക്ക് ഏതാ? ക്രൗളിംഗ് ക്രിയേച്ചർ. കൗ വാക്കിംഗ് ക്രിയേച്ചർ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ അത് നമുക്ക് എന്തറിയണം, മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണം, എങ്ങനെയൊക്കെയാണ് ജീവികൾ മൂവ് ചെയ്യുന്നതെന്നുള്ള ആ ഹെഡിങ്, ആ പേരുകൾ നമുക്ക് അറിയണം. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് അറിയാൻ പറ്റും ഫിഷിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാം അല്ലെ, അത് നീന്തുന്നവയാണ്. പക്ഷെ നമുക്കത് ഏത് കോളത്തിൽ എവിടെ എഴുതണമെങ്കിൽ ഇതുപോലെ ഹെഡിങ്ങൾ നമുക്ക് അറിയണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഹെഡിങ് ആദ്യം പഠിച്ചു വെക്കുക, അതായത് മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം അറിയണം, അത് പഠിക്കണം. വാക്കിംഗ്, ക്രൗളിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ പഠിച്ചല്ലോ മൂവ്മെന്റുകൾ ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ, ക്രിയേച്ചേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാന്ന് എല്ലാ കൂട്ടർക്കും മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 6, കംപ്ലീറ്റ് ദി ടേബിൾ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ പേരൊക്കെ ഉണ്ട്, ആ ടേബിളിൽ ഓരോ കോളത്തിനും പേരൊക്കെ ഉണ്ട്. എന്താന്ന് വായിച്ചു നോക്കിക്കേ. ഹെർബിവോറസ്, ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്. അപ്പോ എന്താണ് ഹെർബിവോറസ്, എന്താണ് കാർണിവോറസ്, എന്താ ഒംനിവോറസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഹെർബിവോറസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താ ഹെർബിവോറസ് എന്ന് വെച്ചാൽ എന്താ? പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്നവ, അതായത് പ്ലാന്റ്സ് മാത്രം, പുല്ലോ അല്ലെങ്കിൽ ചെടിയുടെ ഭാഗങ്ങളോ, അങ്ങനെ ചെടിയോ അങ്ങനൊക്കെ അത് മാത്രം കഴിക്കുന്നത്. ഈ ഫ്ലഷ്, മീറ്റ് അതൊന്നും കഴിക്കില്ല. അതായത് നമ്മുടെ ലയണെ പോലെ, ലയൺ ടൈഗറിനൊക്കെ പോലെ ഫ്ലഷ് ഒന്നും കഴിക്കാതെ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ് ആര്? ഹെർബിവോറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെർബിവോറസിന് ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? കൗ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അടുത്തത് കാർണിവോറസ്. കാർണിവോറസ് എന്ന് വെച്ചാൽ എന്താ? കാർണിവോറസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഒന്നും കഴിക്കില്ല. ഇപ്പൊ പുല്ലോ ചെടിയോ അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല. ഫ്ലഷ്, അതായത് മീറ്റ് മാത്രമേ കഴിക്കുന്ന അനിമൽസ്, അത് മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ്. അത് മാത്രം കഴിക്കുന്നവരാണ് ആര്? കാർണിവോറസ് എന്ന് പറയുന്നത്. കാർണിവോറസ്. കാർണിവോറസിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ലയൺ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഓംനിവോറസ്. ഓംനിവോറസിന് ഇവിടെ എന്താ ഓംനിവോറസ് എന്ന് വെച്ചാൽ രണ്ടും കഴിക്കുന്നവ അല്ലെ. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫ്ലഷും കഴിക്കും, അതേപോലെ തന്നെ എന്താണ്, പ്ലാന്റ്സും കഴിക്കും. ഈ രണ്ടും കഴിക്കുന്നവ എന്താണ്? ഓംനിവോറസ് എന്ന് പറയും. പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫ്ലഷ് അല്ലാതെ മറ്റെന്തും കഴിക്കും, എല്ലാം കഴിക്കുന്നവയാണ് എന്ത്? ഓംനിവോറസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാ? ഹെർബിവോറസും കാർണിവോറസും ഓംനിവോറസും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്? അവരുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. ഫുഡ്, അതായത് ഓരോ അനിമൽസിന് എന്തായിരിക്കും ഇവിടെ എങ്ങനെ ചോദ്യം വരാം? വേണമെങ്കിൽ കുറച്ച് അനിമൽസിന്റെ പേര് തന്നിട്ട് നമുക്ക് ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതല്ലെങ്കിൽ കുറച്ച് അനിമൽസിന്റെ പേര് തന്നിട്ട് എങ്ങനെ ചോദിക്കാം? കാറ്റഗറൈസ് ദിസ് അനിമൽസ് ബേസ്ഡ് ഓൺ ദിയർ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഹെഡിങ്, ഈ പേരുകൾ തരണമെന്നില്ല. അപ്പൊ നമുക്ക് അറിയണം ഫുഡിന്റെ അടിസ്ഥാനത്തിൽ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യൂ, ഫുഡ് കഴിക്കുന്ന രീതിയിൽ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് എന്നതാണ്. അങ്ങനെ ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണ് ഹെർബിവോറസ്, ഏതൊക്കെയാണ് കാർണിവോറസ്, ഏതൊക്കെയാണ് ഒംനിവോറസ്, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഹെർബിവോറസ് അനിമൽസ് എഴുതണം, കാർണിവോറസ് എഴുതണം, അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ പേരുകൾ, അതായത് ഹെർബിവോറസും കാർണിവോറസും ഇങ്ങനെയുള്ള പേരുകൾ തരണമെന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ പോലെ തന്നെ ഈ ഹെഡിങ്സ് ഒന്നും നമുക്ക് തരണമെന്നില്ല. കുറച്ച് അനിമൽസിന്റെ പേരുകൾ തരാം, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനും ചോദ്യം വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പേരുകൾ പഠിച്ചു വെക്കുക. ആൻഡ് എന്താണ് ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് എന്നും പഠിച്ചു വെക്കണം. ഓക്കെ, രണ്ടും കഴിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് നമ്മുടെ പ്ലാന്റ്സും ഫ്ലഷും കഴിക്കുന്ന, രണ്ടും കഴിക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? എന്താ? ഓംനിവോറസ് ആണ്. ഓംനിവോറസ് ആണ്. അപ്പൊ നമ്മുടെ മനുഷ്യന്മാരിനെ ഏതിലാണ് ഉൾപ്പെടുത്തുക? ഹെർബിവോറസിൽ ഉൾപ്പെടുത്തുമോ, കാർണിവോറസിലാണോ, അതോ ഒംനിവോറസിലാണോ ഉൾപ്പെടുത്തുക? ആക്ച്വലി നമ്മൾ മനുഷ്യരെ ഉൾപ്പെടുത്തുന്നത് ഒംനിവോറസിലാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല, എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമേ കഴിക്കാറില്ല, നോൺ വെജ് ഒന്നും കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെർബിവോറസ് ആണ് ഹ്യൂമൻസിനെ ഉൾപ്പെടുത്തുന്നത് കരുതരുത്. സാധാരണ ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തുന്നത് ഓംനിവോറസിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹ്യൂമൻസും ഉണ്ടാവാം, മനുഷ്യന്മാരാണ് ഹ്യൂമൻസ് എന്ന് പറയുക, അതും ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഹ്യൂമൻസ് കണ്ടാൽ അത് ഓംനിവോറസിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ കുറേ ഹെർബിവോറസും കാർണിവോറസ്, ഒംനിവോറസ് അനിമൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കുറച്ച് അനിമൽസിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഹെർബിവോറസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഹെർബിവോറസ് അനിമൽസ്? കൗ, ഹോഴ്സ്, റാബിറ്റ്, ജിറാഫ്, ഡിയർ, ഗോട്ട്, എലിഫന്റ്.
അല്ലെ, ഹെർബിവോറസ് അനിമൽസ് അല്ലെ. അത് നമ്മുടെ പശു, അതുപോലെ നമ്മുടെ എന്താണ് റാബിറ്റ് ഉണ്ട്, ജിറാഫ് ഉണ്ട്, ഇവരൊക്കെ ആരാണ്? ഹെർബിവോറസ് അനിമൽസ് ആണ്. പ്ലാന്റ്സ് പാർട്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ് ഹെർബിവോറസ്. നെക്സ്റ്റ് ഫ്ലഷ് കഴിക്കുന്നവ അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന അനിമൽസ് ഏതൊക്കെയാ? ലയൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സിംഹമാണ് എഴുതിയിരിക്കുന്നത് അല്ലെ, സിംഹം. അടുത്തത് വോൾഫ്, ജാക്കൽ, ലിയോപാർഡ്, ഡോഗ്, കാറ്റ്, ടൈഗർ, ഇതൊക്കെ എന്താ കാർണിവോറസിൽ ഉൾപ്പെടുന്ന അനിമൽസ് ആണ്. നെക്സ്റ്റ് ഒംനിവോറസ്, ക്രോ ആണ് എഴുതിയിരിക്കുന്നത്, കാക്കയാണ് ക്രോ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഹെൻ, ഹ്യൂമൻസ്, ഡക്ക് ആൻഡ് പിഗ്, റാറ്റ്, ഇതെല്ലാം ഒംനിവോറസ് ക്രിയേച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചല്ലോ എന്താ ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ് അറിയാലോ. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് ജീവികളുടെ, കുറച്ച് ക്രിയേച്ചേഴ്സിന്റെ പേരുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 7th ആക്ടിവിറ്റി, 7ാമത്തെ ആക്ടിവിറ്റി, ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ. നമ്മൾ ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ബട്ടർഫ്ലൈന്റെ എന്താണ് ലൈഫ് സൈക്കിളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇതുപോലെ പിക്ചർ അല്ലെ, ഇതുപോലെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അത് ആ സ്റ്റേജസ്, അതായത് എങ്ങനെയാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഒരു കംപ്ലീറ്റ് വലിയൊരു ബട്ടർഫ്ലൈ ആയി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. അതായത് സാധാരണ ഒരു എഗ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ഈ എഗ് എവിടെ ഉണ്ടാവുക? പ്ലാന്റ്സിന്റെ ലീഫിന്റെ ഒക്കെ അടിയിലായിട്ടായിരിക്കും ഉണ്ടാവുക. അവിടെയാണ് ബട്ടർഫ്ലൈ എന്ത് ചെയ്യുക? മുട്ടയിടുക. അപ്പൊ ആ എഗ്ഗിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് എന്താണ്? ഒരു ബട്ടർഫ്ലൈ ആണോ? നല്ല ചന്തുള്ള ചിറകുകളൊക്കെ ഉള്ള നല്ല ബട്ടർഫ്ലൈ ആണോ? അല്ല, പകരം ഒരു വേമിന്റെ രൂപം, പുഴുവിന്റെ രൂപമുള്ള ഒരു സംഭവമാണ് പുറത്തു വരും. പക്ഷെ അത് വേമല്ല, പുഴുവല്ല, പുഴുവിന്റെ രൂപമാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ പറയുന്ന ഓരോ പേരുകളുണ്ട്, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് എഴുതേണ്ടത്? ആദ്യത്തെ ചിത്രത്തിന്റെ അടുത്ത് കാണുന്നില്ല കോളങ്ങൾ, ഇവിടെ എന്ത് എഴുതണം? എഗ്. ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേര് എഗ്, ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്താ? എഗ് ആണ്. എഗ്ഗിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് ഉണ്ടാവുന്നത് എന്താ? ഒരു വേം. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ലാർവ. ബട്ടർഫ്ലൈന്റെ അടുത്ത സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് എഗ്, സെക്കൻഡ് സ്റ്റേജ് ലാർവ. ലാർവ കഴിഞ്ഞാൽ ലാർവിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പ്യൂപ്പ. പ്യൂപ്പ കഴിഞ്ഞിട്ടാണ് ആരാവുന്നത്? അത് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ അഡൽട്ട് എന്ന് വെച്ചാൽ വലിയൊരു ബട്ടർഫ്ലൈ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഡൽട്ട് എന്ന് എഴുതിയാലും ശരിയാണ്, അല്ല ബട്ടർഫ്ലൈ എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈന്റെ ലൈഫ് സൈക്കിൾ. അപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കാം? ഇതുപോലെ നമ്മുടെ ഒരു ചിത്രം തന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ എഴുതാൻ, ആ അടുത്തുള്ള കോളത്തിൽ എഴുതാൻ, അങ്ങനെ ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. അതല്ലെങ്കിൽ പിക്ചർ തരാണ്ട് ആയിരിക്കാം ചോദിക്കുക. അല്ലെങ്കിൽ പിക്ചർ ഓർഡർ തെറ്റിയിട്ട് പിക്ചർ തന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് എഴുതാൻ പറയാം, അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഏതാ, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഏതാന്ന് പഠിച്ചു വെക്കുക. അതേ ഓർഡറിൽ എഴുതുകയും വേണം. ഓക്കെ, ആദ്യം എഗ് എഴുതണം, എഗ് കഴിഞ്ഞ പ്യൂപ്പ കഴിഞ്ഞ ലാർവ, അങ്ങനെ എഴുതരുത്. എഗ് എഴുതിയതിനു ശേഷം ലാർവ എഴുതുക, ലാർവ കഴിഞ്ഞിട്ട് പ്യൂപ്പ എഴുതണം, പ്യൂപ്പ കഴിഞ്ഞിട്ടാണ് എന്ത് എഴുതേണ്ടത്? ബട്ടർഫ്ലൈ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് എന്ത്? ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈന്റെ, പൂമ്പാറ്റയുടെ ലൈഫ് സൈക്കിൾ ആണ് നമ്മളിപ്പോ 7ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് പഠിച്ചത്. അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എക്സാമിന് ചോദിച്ചാൽ എഴുതില്ലേ? നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി നോക്കാം. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 8. 7 അല്ല, ഇത് ആക്ടിവിറ്റി 8 ആണ് കേട്ടോ. 8ാമത്തെ ആക്ടിവിറ്റി ആണ്. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് 8ാമത്തെ. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഒരു 12 ക്വസ്റ്റ്യൻ ഉണ്ട്, 12 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് നമ്മളൊരു 1 വേർഡ് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് ആൻസർ ആയി വരുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 വാട്ടർ പ്ലാന്റ്സ്. Second one, which part of the seed will germinate first? Third question, which part prepare food for plant? Fourth one, which part absorbing water from the soil? Fifth question, which part fixes the plant in the soil? Sixth one, which plant that blooms once in 12 years? ഇവിടെ that ആണ്. Which plant that blooms once in 12 years? Okay, അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് വൺ, റൈറ്റ് 2 വാട്ടർ പ്ലാന്റ്സ്. നമ്മൾ ഒന്നാമത്തെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ വൈൻ പ്ലാന്റ്സിനെ കുറിച്ചും വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ വാട്ടർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിൽ വളരുന്ന ചെടികളെയാണ് നമ്മൾ എന്ത് പറയുക? വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, കുറേ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ ചിത്രമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം ഒന്ന് ഓർത്തെടുത്ത് ഏതൊക്കെയാ വാട്ടർ പ്ലാന്റ്സ് എന്ന് വേഗം ഓർത്തെടുക്കുന്ന ഉത്തരം പറഞ്ഞ ഏതൊക്കെയാ വാട്ടർ പ്ലാന്റ്സ്? അതെ, ഏതൊക്കെയാ? ലോട്ടസ്, വാട്ടർ ലില്ലി. നമുക്ക് വേഗം അറിയാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് വാട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ് ലോട്ടസ് അല്ലെ, താമര. ലോട്ടസും പിന്നെന്താ? വാട്ടർ ലില്ലിയും. ഇത് രണ്ടും എന്താ? വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇനിയും ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞതോട് രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത് ലോട്ടസ്, വാട്ടർ ലില്ലിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? അതായത് നമ്മൾ സീഡിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ സീഡ് കുഴിച്ചിട്ടതിന് ശേഷം അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അതിന് പതുക്കെ ഒരു മുള പൊട്ടും. അതായത് ചെറിയൊരു ഭാഗം ഇങ്ങനെ പുറത്ത് വരും. അതായത് ജെർമിനേറ്റ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ചെറിയൊരു ഭാഗം ഇങ്ങനെ പുറത്ത് നിങ്ങൾ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പയറിന്റെ ഒക്കെ വിത്തുന്ന പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 1 day അല്ലെങ്കിൽ 2 day ഒക്കെ കഴിയുമ്പോൾ അതിന് പതുക്കെ ഒരു സംഭവം പുറത്തൊരു വൈറ്റ് കളർ സാധനം പുറത്ത് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ പറയുന്നത് അതൊരു ഭാഗമാണ്. പ്ലാന്റിന്റെ പാർട്സ് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറെ പാർട്സ് പഠിച്ചില്ലേ? സ്റ്റെം, റൂട്ട്, ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് പ്ലാന്റ് പാർട്സ്. അപ്പൊ അതിൽ ഒരു ഭാഗമാണ് ആദ്യം പുറത്ത് വരുന്നത്. അത് ഏത് പാർട്ടാണ്? അതായത് ചെടിയുടെ ഏത് പാർട്ടാണ് വിത്ത് മുളച്ച് പുറത്ത് വരുമ്പോൾ, വിത്ത് ജെർമിനേറ്റ് ചെയ്ത് സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പുറത്ത് വരുന്ന ഭാഗം ഏതാണ്? ഇത് മിക്ക കൂട്ടുകാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലരില്ല എപ്പോഴും എഴുതുന്ന ഒരു ഉത്തരം സ്റ്റെം ആണ്. സ്റ്റെം ആണ് ആദ്യം പുറത്ത് വരിക എന്ന് എഴുതും. സ്റ്റെം അല്ല ആദ്യം പുറത്ത് വരുന്നത്. ആദ്യം ഫസ്റ്റ് പുറത്ത് വരുന്ന ഭാഗം റൂട്ട് ആണ്. ഓക്കെ, ഇനി മറക്കുവോ? ഇനി മറക്കരുത്. സീഡിൽ നിന്നും ഫസ്റ്റ് ജെർമിനേറ്റ് ചെയ്ത് പുറത്ത് വരുന്ന പാർട്ട് റൂട്ട് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് പ്രിപ്പയർ ഫുഡ് ഫോർ പ്ലാന്റ്? ഇത് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും അല്ലേ? അതായത് ചെടിയിൽ ആഹാരം പാകം ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ഇതിൽ ഏത് ഭാഗം? പാർട്സ് പഠിച്ചിരുന്നു. ഏത് പാർട്ടിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സ്? ലീഫ്, ഇലയെ വെച്ചിട്ടാണ് അല്ലെ? ലീഫ്. നെക്സ്റ്റ്, വിച്ച് പാർട്ട് അബ്സോർബിങ് വാട്ടർ ഫ്രം ദ സോയിൽ? ഇതും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇതിനും ഉത്തരം സ്റ്റെം എഴുതാറുണ്ട്. സ്റ്റെം എഴുതരുത്, കാരണം സ്റ്റെം അല്ല അതിന്റെ ആൻസർ. ഇവിടെ എന്താ? അബ്സോർബിങ് വാട്ടർ ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത്, ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത് ചെടിയുടെ ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. ഏത് ഭാഗമാണ്? റൂട്ട് ആണ് ആൻസർ. റൂട്ട് ആണ്. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഫിക്സസ് എ പ്ലാന്റ് ഇൻ ദ സോയിൽ? ചെടിയെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. അതായത് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ചെടിയെ മണ്ണിൽ നിൽക്കണ്ടേ? അതിനകത്ത് പിടിച്ചു നിർത്തുന്നത് ഏത് ഭാഗമാണ്? ഏത് ഭാഗം? അതും ആൻസർ എന്താ? റൂട്ട് തന്നെയാണ്. നെക്സ്റ്റ്, വിച്ച് പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടി ഏതാണ്? എല്ലാവർക്കും അറിയാലോ ഉത്തരം. നമ്മുടെ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയാണ് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടി, നീലക്കുറിഞ്ഞി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7th question, write any 2 plants with the flowers in one color. Write any 2 sea creatures. Largest creature on earth lives in the sea. Largest butterfly in Kerala. Smallest butterfly in Kerala. Official butterfly in Kerala. 7th ചോദ്യം എന്താ? Write any 2 plants with the flowers in one color. വേഗം ആൻസർ പറയൂ. നമ്മൾ കുറേ ഫ്ലവേഴ്സ് നമുക്ക് അറിയണതാണ് അല്ലെ? നമുക്ക് ഫ്ലവേഴ്സിന്, അതായത് എല്ലാ ചെടിയിലും ഫ്ലവേഴ്സ് ഉണ്ടാവോ? ഇല്ല. എല്ലാ ചെടിയിലും ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് ഒരുപാട് അറിയാലോ അല്ലെ? അത് ചില ചെടികൾക്ക് പൂക്കൾ പല നിറത്തിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് റോസ് പൂ എടുക്കുകയാണെങ്കിൽ റോസ് പൂവിന് തന്നെ പല കളർ റോസ് പൂക്കൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടു കാണും. റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതായത് ഡിഫറെന്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് റോസ് ചെടിയിൽ. എന്നാൽ ജാസ്മിൻ പൂ, മുല്ലപ്പൂ അല്ലെ? മുല്ലപ്പൂവിന് ഇതുപോലെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടോ? ഇല്ല. വൈറ്റ് കളർ മാത്രമല്ലേ ഉള്ളൂ. അതാണ് 1 color ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഒരു കളറിൽ മാത്രമേ ആ പൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഏതെങ്കിലും 2 പ്ലാന്റ്സ് ആണല്ലോ എഴുതേണ്ടത്. നമുക്ക് ഏതൊക്കെ എഴുതാം? നമുക്ക് അറിയുന്ന ജാസ്മിനും പിന്നെ നെക്സ്റ്റ് കണിക്കൊന്ന. കണിക്കൊന്ന പറഞ്ഞാൽ നമ്മുടെ യെല്ലോ കളറിൽ മാത്രമല്ലേ ഉള്ളൂ കണിക്കൊന്ന. നമുക്ക് കണിക്കൊന്നയും എഴുതാൻ പറ്റും. ഇനി ഒരുപാട് ഇതുപോലെ 1 color ഫ്ലവേഴ്സ് മാത്രമുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിക്കുന്ന 2 ഉത്തരം ഏതൊക്കെയാ? ജാസ്മിൻ പിന്നെ കണിക്കൊന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 sea creatures. ഏതേലും 2 sea creaturesന്റെ പേരാണ് എഴുതേണ്ടത്. നമ്മൾ sea creatures ഏതൊക്കെയാന്നൊക്കെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പുതിയ കുറച്ച് sea creaturesനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതേലും 2 sea creatures എഴുതുക. sea horse and sea cow. നെക്സ്റ്റ് 9th question, largest creature on earth lives in the sea. അപ്പൊ നമ്മുടെ ഭൂമിയിലെ, നമ്മുടെ എർത്തിലെ ഏറ്റവും വലിയ ജീവി, ലാർജസ്റ്റ് ക്രിയേച്ചർ ഏതാണ്? എല്ലാവരും പഠിച്ച നമുക്ക് കോളത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലെ? ചിത്രത്തോടു കൂടെ തന്നിട്ടുണ്ട്. ഏതാ? ബ്ലൂ വെയിൽ ആണ് ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത്. ഓക്കെ, നെക്സ്റ്റ് ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻസ് ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്. ബട്ടർഫ്ലൈസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളത്തിന്റെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഏതാണ്? ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഏറ്റവും വലിയ പൂമ്പാറ്റ. കേരളത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റ ഏതാണ്? നമ്മുടെ സദേൺ ബേർഡ് വിങ്. മലയാളത്തിൽ എന്ത് പറയും? ഗരുഡശലഭം. ഓക്കെ, ഇതിന്റെയൊക്കെ നമ്മുടെ ബട്ടർഫ്ലൈസിന്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സദേൺ ബേർഡ് വിങ് എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആണ്. നമ്മുടെ കേരളത്തിൽ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ, മലയാളത്തിൽ ഗരുഡശലഭം എന്ന് പറയും. അടുത്ത ചോദ്യം, സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ പൂമ്പാറ്റ ഏതാണ്? ഗ്രാസ് ജുവൽ.
രത്നനീലി എന്നാണ് മലയാളത്തിൽ പറയാ, രത്നനീലി. അടുത്ത നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാ? ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഇൻ കേരള. നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാ? മലബാർ ബാൻഡഡ് പീകോക്ക്. മലബാർ ബാൻഡഡ് പീകോക്ക്. മലയാളത്തിൽ എന്ത് പറയും? ബുദ്ധമയൂരി. ബുദ്ധമയൂരി. ഈ എല്ലാ ബട്ടർഫ്ലൈസിന്, ഈ പറഞ്ഞ 3 ബട്ടർഫ്ലൈസ് ചിത്രമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലാർജസ്റ്റും സ്മോളസ്റ്റും ഒഫീഷ്യൽ ബട്ടർഫ്ലൈ കേരളത്തിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് 12 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 8 ആക്ടിവിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ആക്ടിവിറ്റീസ് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും പാഠവുമായി എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ എല്ലാമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ആൻസേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതേപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും പഠിച്ചിട്ട് പോവുക. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.